വിനേഷ് ഫോഗട്ടിൻ്റെ വിജയം ഒരു രാജ്യം കാത്തിരുന്നതാണ്. കഴിഞ്ഞ ദിവസം അവർ സ്വർണം കൊണ്ടുവരുമെന്നാണ് നമ്മൾ കരുതിയത്. ചുരുങ്ങിയത് അവർക്ക് വെള്ളി ഉറപ്പായിരുന്നു. പക്ഷേ അവർ പുറത്തു പോകുമ്പോൾ ഒരു രാജ്യം മുഴുവൻ അവർക്ക് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ അവരുടെ വിജയം ആഗ്രഹിക്കാത്ത ചിലർ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് അവർ തന്നെയാണ്. എത്രയോ നാളുകൾക്ക് മുൻപ് അവർ തന്നെ പരസ്യമായി ട്വീറ്റ് ചെയ്തത് നമ്മൾ കണ്ടതാണ്. ബ്രിജ്ഭൂഷൺ എന്ന് പറയുന്ന ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സംഘാടക നിരയിൽ നിൽക്കുന്ന ഏറ്റവും ഉന്നതനായ വ്യക്തി തന്നെ അവർ ഒളിമ്പിക്സിൽ പങ്കെടുക്കാതിരിക്കാനുള്ള പരിശ്രമങ്ങൾ വളരെ തുടക്കം മുതലേ ആരംഭിച്ചതാണ്. അവരുടെ അക്രഡിറ്റേഷൻ, അവരുടെ കൂടെ നിൽക്കുന്ന സപ്പോർട്ടിംഗ് ആയി നിൽക്കേണ്ട ആളുകളുടെ അക്രഡിറ്റേഷനൊക്കെ തടസ്സപ്പെടുത്താനുള്ള വലിയ പരിശ്രമങ്ങൾ ആരംഭിച്ചു. ഇപ്പോൾ അവർക്ക് വലിയ തോതിലുള്ള പിന്തുണയാണ് രാജ്യം കൊടുത്തതെന്ന് നേരത്തെ സംസാരിച്ചതുമായി ബന്ധപ്പെട്ട സുഹൃത്ത് പറയുമ്പോൾ അവർ സമാനതകളില്ലാത്ത വിധം കഴിഞ്ഞ കാലങ്ങളിൽ അവർക്ക് നേരിടേണ്ടി വരുന്ന ദുര്യോഗം നമ്മൾ ചർച്ച ചെയ്യണ്ടേ? ഒരു രാജ്യത്തിൻ്റെ അഭിമാനമായ ഒരു ഗുസ്തി താരത്തിന് അവർ ഗുസ്തി പരിശീലനം നടത്തുന്നതിൽ കൂടുതൽ ഇവിടുത്തെ സിസ്റ്റവുമായി ഗുസ്തി പിടിക്കേണ്ടി വന്നൊരു സാഹചര്യമുണ്ട്. അവർ അവരുടെ വ്യക്തിപരമായൊരു കാര്യത്തിന് വേണ്ടിയല്ല ജന്തർ മന്ദറിൽ തെരുവിലിറങ്ങിയത്. ഇവിടുത്തെ സ്ത്രീകളുടെ അഭിമാനം, ഗുസ്തി താരങ്ങളടക്കമുള്ള സ്ത്രീകളുടെ അഭിമാനം സംരക്ഷിക്കാനാണ് അവർ ഇറങ്ങിയത്. അവർ പറഞ്ഞൊരു സന്ദർഭമില്ലേ, ഗംഗയിലേക്ക് ഞാൻ എൻ്റെ മെഡലുകൾ എറിഞ്ഞു കളയുമെന്ന് അവർ പറയുമ്പോൾ ചരിത്രത്തിൽ അതിലുള്ള മാതൃക എന്താ? മുഹമ്മദ് അലിയെ പോലെ ഉള്ളൊരു ബോക്സർ ഓഹിയോ റിവറിലേക്ക് ഞാൻ എൻ്റെ മെഡലുകൾ വർണ്ണവിവേചനത്തിനെതിരെ എറിയുമെന്ന് പറഞ്ഞതിൻ്റെ മാതൃകയിൽ അവർ സ്ത്രീകൾക്ക് നേരെയുള്ള വിവേചനം അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ എൻ്റെ മെഡലുകൾ എറിഞ്ഞു കളയേണ്ടി വരുമെന്ന് അവർക്ക് പറയേണ്ടി വന്നു. അവർ അത്തരം കാര്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നു. അവർ ആക്രമിക്കപ്പെട്ടു. പോലീസ് അവരെ ആക്രമിച്ചു. BJPയുടെ ഗുണ്ടകളടക്കം അവരെ ആക്രമിച്ചു. അവരെ ടാർഗറ്റ് ചെയ്തു. ഇതൊക്കെ രാജ്യം ചർച്ച ചെയ്യണ്ടേ? ഇതവരുടെ വ്യക്തിപരമായ കാര്യമല്ലല്ലോ. ഇപ്പോൾ നിരവധി കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. അവർക്കൊരു ന്യൂട്രീഷൻ ഉണ്ടായിരുന്നില്ല, മറിച്ച് ഒരു ഓർത്തോപീഡിക് സർജനാണ് അവരുടെ ന്യൂട്രീഷൻ ആയി അയച്ചതെന്ന് പറയുന്നു. ഇവിടെ തീർച്ചയായും ഇവിടെ മുന്നോട്ട് വെക്കപ്പെടുന്ന വിഷയം എന്താ? എല്ലാ കാലത്തും BJP സംഘപരിവാർ പറയുന്നത് ദേശസ്നേഹത്തിൻ്റെ കുത്തക, രാജ്യസ്നേഹത്തിൻ്റെ മൊത്തക്കച്ചവടക്കാരായി അവകാശപ്പെടുന്ന ആളുകളാണ്. പക്ഷേ സാധ്യമായ സന്ദർഭങ്ങളിൽ ഈ രാജ്യത്തിൻ്റെ മുഴുവൻ അഭിമാനത്തിൻ്റെ പ്രതീകമായി പ്രതിനിധാനമായ ഒരു സ്ത്രീക്ക് അഭിമുഖീകരിക്കേണ്ടി വന്ന അവസ്ഥ അതാ. അതുകൊണ്ട് വിനേഷ് ഫോഗട്ട് ഈ സർക്കാരിൽ നിന്ന് വിനേഷ് ഫോഗട്ടിന് എന്ത് കിട്ടി എന്ന ചോദ്യത്തിലേക്ക് പോകുമ്പോഴാണ് ഈ പ്രശ്നം ഉന്നയിക്കാൻ തോന്നുന്നതെന്നാണ്